ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു കിടിലൻ കണ്ടന്റ് ആണ് എടുക്കാൻ പോണത്. സർപ്രൈസ്. അങ്ങ് നോക്ക്. എന്തിനായിരിക്കും നമ്മളൊരു ദിവസം നോക്കുമ്പോ കുടിക്കാനാ? കുടിക്കാനാ? ഇതിലാ നിന്റെ പോക്കാതെയുണ്ട്. ദിവസം നമ്മൾ എന്ത് ചെയ്യാൻ പോണെന്ന് അറിയാമോ? സർപ്രൈസ്. എനിക്ക് അറിഞ്ഞൂടാ ഇതെന്ത് ചെയ്യാൻ പോണെന്ന്. ഗൈസ്, ഇന്നലെ മഴ പെയ്തോണ്ടാണ് നമുക്ക് ഇന്നലെ തന്നെ വീഡിയോ ചെയ്യാൻ പറ്റാത്ത. പക്ഷെ നമ്മൾ അതിലൊന്നും തളരത്തില്ല ഗൈസ്. നമ്മൾ രാവിലെ തന്നെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ആനിക്ക് ഇന്ന് ലാസ്റ്റ് എക്സാം. ഈ എക്സാമോടെ കഴിഞ്ഞിട്ട് ആനിയുടെ എല്ലാ പരിപാടിയും കഴിയും. അപ്പം ആനി എക്സാമിന് പോയിട്ട് വരുന്നതിന് മുന്നേ ഈ സാധനം നമ്മൾ എങ്ങനെയാണെങ്കിലും ഫുൾ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കും. എങ്ങനെ സെറ്റ് ചെയ്ത് അറിയാവോ? ഒരു ഐഡിയ ഇല്ല. ഒരു വലിയ ടാങ്ക് കൊണ്ട് ഇവരുണ്ട്. ഇവരെന്ത് ചെയ്യണമെന്ന് എനിക്ക് 5000 ലിറ്ററിന്റെ ടാങ്ക് അങ്ങ് ഓർഡർ ചെയ്തു. ഇതൊരു തീപ്പൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നീ ആദ്യം പോയിട്ട് കോളേജിൽ പോയിട്ടോ. ഞാൻ ഗസ് ചെയ്യുന്നില്ല. ആനി കാണാൻ ഒരു ഹിന്ദിക്കാരി ലുക്ക് അല്ലേ? ഗൈസ്, നമ്മൾ ഈ ടാങ്കിൽ ഒരു കിടിലൻ ബെഡ്റൂം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ആനി വരുമ്പോൾ സർപ്രൈസ് കൊടുക്കാം ആനിക്ക് ബെഡ്റൂമിൽ. വലിയ ടാങ്ക്. ഗൈസ്, ഈ ടാങ്കിന് വരെ ഒരു സാഡസ്റ്റ് മൂവ്മെന്റ് ആണ് നമ്മളെ പോലെ. 100% പ്ലാസ്റ്റിക്. പാവ പ്ലാസ്റ്റിക് വേണ്ട. നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം. ഇതിനകത്ത് എങ്ങനെയാണ് സാധനം. ഇത് എന്നെക്കാൾ ഹൈറ്റ്. ഗൈസ്, ഇതിനകത്തില്ല ഒരു കുഞ്ഞു റൂമിന്റെ സൈസ് ഉണ്ട്. അപ്പൊ നമുക്കൊരു കിടിലായിട്ടൊരു കുഞ്ഞു റൂം ചെയ്യാൻ പറ്റും. സാധനങ്ങളൊന്നും കുഞ്ഞാക്കത്തില്ല, എല്ലാം വലിയ റൂമിൽ തന്നെ ആക്കും നമ്മള്. ഞാൻ ഇല്ലേ അകത്ത് കയറിയാ എന്നെ കൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അതിലും ചാടുന്നേക്കാളും കാലിയായിരിക്കും. നമുക്കില്ലേ ഗൈസ്, ഇത് ടാങ്ക് ചൂടാവും. അപ്പൊ നമ്മൾ ഈ തടകത്തിട്ട് തന്നെ ചെയ്യാം. നമുക്കിത് കമത്തിയിടാം. ഇതിനകത്ത് കയറാൻ ഇറങ്ങാനും പാടായതുകൊണ്ട് നമുക്ക് ഈ അല്ലാത്ത ഡോർ തുറക്കുന്നവരെ നമുക്ക് സെറ്റ് ചെയ്യാം ഗൈസ്. ഇത് മൂവ് ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇത് രണ്ട് സൈഡ് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത കട്ടാട് റൂം പോലെ ഇരിക്കും. ഗൈസ്, നമുക്ക് ആദ്യം ഇതിനെ ഉള്ളിലെല്ലാം ക്ലീൻ ചെയ്യണം. അകത്ത് കയറാൻ പോവാണ് ഗൈസ്. ആദ്യമായിട്ട് വലുത് കാലച്ച് കയറാം. നല്ല എക്കോ ഉണ്ട് ഇതിനകത്ത്. അകത്ത് കയറിയിട്ട് ആദ്യം ഇതിനുള്ള പൊടിയെല്ലാം തുളച്ചിടണം. ഗൈസ്, നമ്മൾ അകത്ത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള റൂമിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്യണം. ഗൈസ്, നമ്മൾ വിചാരിച്ച ആദ്യം ഇതിനകത്തൊരു വലിയ ബെഡ് സെറ്റ് ചെയ്യാൻ. പക്ഷേയാണ് ഫൺ പോയിന്റ്, ഇതിനകത്ത് ബെഡ് കയറുന്നില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ അതിനകത്തൊരു വേറെ രീതിയിൽ ഒരു ബെഡ് സെറ്റ് ചെയ്യാൻ പോകാം. നമ്മൾ ഇതെല്ലാം ആനി വരുന്നതിന് മുമ്പ് സെറ്റ് ആക്കണം. ഇത് പോകുന്നുണ്ട് ഗൈസ് കറക്റ്റായിട്ട്. ഇതുപോലെ നമുക്കൊരു 5-6 എണ്ണം വെച്ച് ഒരു പുതിയ ബെഡ് സെറ്റ് ചെയ്യാം. ഗൈസ്, ഇപ്പൊ നമ്മൾ ബെഡ് എല്ലാം സെറ്റ് ചെയ്ത് ഇനി ഇത് നമ്മൾ ഫുള്ള് നിറയ്ക്കണം. ഇതിനകത്ത് വേറെ സാധനങ്ങൾ നമ്മൾ റൂമിനകത്തുള്ള എല്ലാ സാധനവും വെച്ച് ഇതിനകത്ത് നിറയ്ക്കണം. ഗൈസ്, നമ്മൾ സെറ്റ് ചെയ്യണം. ഇതുവരെ വാവ കണ്ടില്ല. കാല് നല്ലോണം തുറച്ചിട്ട് കേറ്. കേറ്. നമ്മൾ ഇതിനകത്തൊരു ബെഡ്റൂമാണ് സെറ്റ് ചെയ്യാൻ പോണത്. സെറ്റ് ആയില്ല. ഇനി നമുക്ക് നിറയെ സാധനങ്ങൾ വെക്കണം. ഡോർ വെക്കണം, നിറയെ സാധനം വെക്കണം, കർട്ടൻ വെക്കണം. ബാവയുടെ റൂം എങ്ങനെയാണോ അതുപോലെ നമ്മളിവിടെ വെക്കാൻ പോകുന്നു.
ഗൈസ് നമുക്ക് വീഡിയോ എങ്ങനെ കിട്ടുമെന്ന് അറിയത്തില്ല. നമ്മൾ ആദ്യം ഇത് ഫുള്ള് പണി ചെയ്യാൻ പോകണം. അപ്പൊ ഇതിനിടയിൽ നമ്മൾ വീഡിയോ ഇവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ നമ്മളിപ്പോ വാവയുടെ കൂളറാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ സാധനം വെക്കുന്നത് ഇവിടെ ഇങ്ങനെ കർട്ടൻ ഹാങ് ചെയ്യാനാണ്. നമ്മൾ ആദ്യം ഒരു കമ്പി വെക്കാൻ വിചാരിച്ചു, പക്ഷെ ഇതിനകത്ത് കമ്പി വെക്കാൻ ഭയങ്കര പാടാണ്. സോ നമ്മൾ ഇതുപോലത്തെ സാധനങ്ങൾ കുറെ വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കർട്ടൻ ഇടുന്നത് ഗൈസ്. ഗൈസ് ഇവിടെയാണ് നമ്മളിങ്ങനെ കർട്ടൻ ഹാങ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വെയിറ്റ് നിൽക്കുമായിരിക്കും അല്ലേ? മുടിയുള്ളതുണ്ട ഗൈസ് നമ്മൾ ഇന്നലെ ഈ വീഡിയോ ഇന്നലെയല്ലേ ചെയ്യായിരുന്നു. ഇന്നലെ ഒരു വലിയ മഴ പെയ്തു. അതുകൊണ്ട് നമ്മൾ ഇന്ന് മഴ പെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേഫിന് വേണ്ടിയിട്ട് കാർ ഷെഡ് ഇട്ട് നോക്കിയപ്പോൾ ഗൈസ് നമ്മൾ പണി ചെയ്തുകൊണ്ട് മുകളിൽ മഴ പെയ്യാൻ പോകുന്നു. നമ്മളില്ലേ അകത്ത് മോഡൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്ത് കറക്റ്റ് രീതിയിൽ മെഷർമെന്റ് എടുത്തിട്ട് ആ രീതിയിൽ നമ്മൾ അകത്ത് ചാർട്ട് ഒട്ടിക്കാൻ പറ്റും. അപ്പൊ ഇത്തിരി കൂടെ ഭംഗിയായിരിക്കും അകത്ത് കാണാൻ വേണ്ടിയിട്ട്. ഈശ്വരാ മഴ പെയ്യല്ലേ. 2-3 ദിവസമായി വീഡിയോ എടുക്കാൻ തുടങ്ങി. ഗൈസ് ആനി ചെറുതായിട്ടൊന്ന് മൂഞ്ചിപ്പിച്ചിട്ടുണ്ട്. ആനി നേരത്തെ എത്തി. നമ്മള് പകുതിയായിട്ടുള്ള ഇതുവരെ നമ്മളിത് തീർത്തില്ല. ഗൈസ് നമ്മൾ അകത്ത് വെക്കേണ്ട മോഡൽ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ഇത് ഇത്രയും ചെയ്യാൻ നമുക്ക് ഹാഫ് അവർ എടുത്ത് ഗൈസ്. കാരണം എന്താ അറിയോ, നമ്മൾ തന്നെ വീഡിയോ എടുത്ത് നമ്മൾ തന്നെ എല്ലാം ചെയ്യുന്നതുകൊണ്ടാണ് ഇച്ചിരി പാട് ഇല്ലേ? ഭാവിയില്ല നമുക്ക് നേരത്തെ വീഡിയോ എടുത്ത് തന്നു. ഭാവി ഇപ്പൊ കാര്യം പറയാട്ടാ, നമ്മള് കുറച്ച് തന്നെ ആ ഇതുവരെ. അമ്മോ ഇനി നിറയുണ്ട് ചെയ്യാൻ വേണ്ടിട്ട്. എന്താന്നായിട്ട് തോന്നുന്നു അമ്മയ്ക്ക് കണ്ടിട്ട് ടാങ്കിന് അകത്ത് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു? ടാങ്കിനകത്ത് എന്തെന്ന് തോന്നുന്നു? ബെഡ്റൂം എന്ന് തോന്നുന്നു. ആ സാധനം കൊളുത്തിയിട്ടുണ്ട്. ഗൈസ് നമ്മള് ഓൾമോസ്റ്റ് ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അകത്ത് നമ്മൾ ഇന്റീരിയർ പണി മാത്രം ചെയ്താൽ മതി. ഹെഡ് റെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് ഹെഡ് റെസ്റ്റ്? ആ ഹെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ തല വെക്കുന്നത്. അതുകൂടെ വെച്ചാൽ എല്ലാ പരിപാടികളും തീരും. ഇത് നമ്മൾ ഫൈനൽ ഔട്ട് കാണിച്ചു തരാം. നമ്മളില്ല ഇതിപ്പോ റൗണ്ടിൽ കട്ട് ചെയ്യാനാണ് പോണത്. വീഡിയോയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. വാവയാണ് വീഡിയോ എടുക്കണം അല്ലേ വാവേ? കുറവില്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യണം. അഭിഷേകം പറഞ്ഞു കഴിഞ്ഞ അടുത്ത് ഇനി ഇവിടെ കൂടെ ഇങ്ങനെ രണ്ടിനും കാണണം. വെട്ടിക്കാൻ ഭയങ്കര പാട് കൈസ് ഇളക്കാൻ. നമ്മൾ രണ്ടുപേരും കൂടി ചെയ്യുന്നോണ്ട് ഏറ്റവും ഭയങ്കര പാട് കൈസ്. നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുണ്ട്? വാവാ. ആണികളൊക്കെ ഇരിക്കുന്ന നമുക്ക് പണി തരാം. ഇപ്പൊ തരാം. ഇതിലെ ഈ ബ്ലൂ കളർ മാത്രം ഇളക്ക്. ഗൈസ് ഇതാണ് നമ്മുടെ വീട്ടിലെ വിൻഡോ. കൊള്ളാം കേട്ടാ. നമ്മൾ ഇങ്ങനെയാണ് വിൻഡോ ചെയ്തത്. ഈ സ്റ്റിക്കർ ഇളക്കിയത് വാവാ. ഗൈസ് ഇതില്ലേ, ഇത് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ടാങ്ക് പോലെ ഇരിക്കുവേ, പക്ഷെ ഇത് അകത്ത് കയറുമ്പോ ഫുള്ളി വേറെയാണ്. കൊള്ളാം കേട്ടാ, സൂപ്പർ ആയിരിക്കുന്നു. ഇത് ഉണ്ടാക്കുന്നതിനേക്കാളും പാടാണ് എന്തായാലും സാധനം എടുക്കാൻ വേണ്ടിട്ട് നിന്ന് പുറത്തിറങ്ങുന്ന അകത്ത് കയറാൻ. നമ്മളില്ലേ ഇത് ഉണ്ടാക്കി വന്നപ്പം ഒരു കറക്റ്റ് ക്യാപ്സ്യൂൾ രീതിയിലായി ഗൈസ്. സൂപ്പർ ആയിരിക്കുന്നു. പക്ഷേ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഇങ്ങനെ ഇരിക്കുന്ന ഒരു റൂം ഒരാൾക്ക് തന്നെ കിടക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് 3 പേർക്ക് കിടക്കാൻ പറ്റും. ഗൈസ് നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഫൈനൽ ഔട്ട് ചെയ്യാൻ പോകുന്നത്. കിഡിലായിരിക്കും ഗൈസ്. ചൂടാണെന്ന് പറഞ്ഞ് നിങ്ങൾ കളിയാക്കല്ലേ ഗൈസ്. നമ്മൾ ഇതിനകത്തൊരു കൂളറൂടെ സെറ്റ് ചെയ്യും ഗൈസ്. അതിനകത്ത് കയറിയില്ല. കേട്ടനൊക്കെ സെറ്റാക്കി ഇനി നമ്മൾ ബെഡ് സെറ്റാക്കാൻ പോകും. ഒരു പക്ക ഒരു ഹോട്ടൽ വൈബ് ബെഡാണ് മനസ്സിലുള്ളത്. നമുക്ക് സെറ്റാക്കി നോക്കാം. അപ്പം അതാണ് സെറ്റ് ചെയ്യും ഗൈസ്. നിങ്ങൾ ആരും വെയിലത്തൊന്നും ഇറങ്ങല്ലേ ഗൈസ്. വെയിലത്ത് ഇറങ്ങുവാണെങ്കിൽ നല്ല വെള്ളം കുടിക്കണം. ചത്തു പോവല്ലേ, ഭയങ്കര വെയിലാട്ടോ.
നമുക്ക് നോക്കാം ആനി എങ്ങനെയാ കയറുന്നതെന്ന്. നമ്മളിതെല്ലാം അടുക്കി വെച്ച് കേവായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബെഡ് എടുത്തിടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തലാണ വെച്ചാണ് ബെഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നലെ ഞങ്ങൾ പറഞ്ഞ ഓക്കേ. ഇനി നമുക്ക് അതിനകത്ത് വേണ്ട സാധനങ്ങളെല്ലാം ഫില്ല് ചെയ്യണം. അത് ഇച്ചിരി നിറഞ്ഞു തന്നെ ഇരിക്കുന്നത്. അതിന്റെ കൂടെ നമ്മൾ ഇതെല്ലാം നിറയ്ക്കാൻ പോവാണ്. കാരണം നമ്മൾ വീട്ടിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ അവിടെ സെറ്റ് ചെയ്യാൻ പോകണം. അമ്മ എത്ര വീട്ടുണ്ട്. ഉച്ചക്ക് വെയില്, വൈകിട്ട് മഴ, എന്തൊരവസ്ഥയോ എത്തോ. സോളമ്മൻ എത്തിയടാ മക്കളെ. അനി കേറുവാ. എന്തിനാ ഇവിടെ എന്തിനാ. ഗൈസ് അങ്ങനെ നമ്മൾ അകത്ത് ഫുൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്ത് മാത്രം സെറ്റ് ചെയ്താൽ മതി. ഗൈസ് അങ്ങനെ നമ്മൾ അകത്തും പുറത്തും എല്ലാം സെറ്റ് ചെയ്ത് ഗൈസ് ഇനി എല്ലാം കാണിച്ചു തരാം നമ്മൾ എങ്ങനെയാണ് ഫുള്ള് സെറ്റ് ചെയ്തതെന്ന്. അകത്ത് കയറാം. എല്ലാ വീട്ടിൽ കയറുന്ന നമ്മൾ ചപ്പല കൂലിനെ കയറാം. ഓക്കെ, അപ്പൊ നമ്മുടെ വീട് പാലിക്കാച്ചാണ് ഇന്ന്. വീട് ടാങ്ക് പാലിയാച്ച്. പാലിയാച്ച് ഞങ്ങളുടെ ഇവിടെ പാലിയാച്ച് എന്ന് പറയുന്നത് ഹൗസ് വാമിങ്ങിനെയാണ് ഗൈസ്. ബാബോട് ഉണ്ടായിരുന്നെങ്കിൽ കത്താറിരിക്കുമായിരുന്നല്ലേ. പക്ഷെ അവൻ ട്യൂഷന് പോയി. നിങ്ങൾ നല്ലൊരു ട്യൂഷൻ സെന്റർ ആണ് അന്വേഷിക്കുന്നതെങ്കിൽ അയൻസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇവിടെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ട്യൂഷൻ ഉണ്ട്. അത് ഓഫ്ലൈൻ ആയിട്ട് ഓൺലൈൻ ആയിട്ട് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുന്നതെങ്കിൽ ട്രിവാൻഡ്രത്ത് തന്നെ നമുക്ക് കുറെ ബ്രാഞ്ചസ് ഉണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ടീച്ചേഴ്സ് ആണ് പഠിപ്പിക്കുന്നത്. അവിടെ ട്യൂഷൻ സ്റ്റേറ്റ്, CBSE, ICSE, ISC എല്ലാ ട്യൂഷനും അവിടെ അവൈലബിൾ ആണ് ഗൈസ്. നിങ്ങൾ +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് കൂടെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ട്യൂഷൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാരണം ഇവിടെ ട്യൂഷന് കൂടെ തന്നെ എൻട്രൻസും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ കോൺടാക്ടിന്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമുക്ക് വീട് പല്ലേച്ച് കയറാം. കേറാൻ തന്നെ ബുദ്ധിമുട്ട്. എനിക്ക് എളുപ്പമായിട്ട് കയറാൻ പറ്റും. പണ്ടൊക്കെ ആയിരുന്നു എളുപ്പം കയറി പോകാറുണ്ട്. ഇങ്ങനെ പോയാൽ തീർന്നു. ഇവര് അകത്ത് ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ പുറത്തുള്ള എല്ലാ പരിപാടിയും ചെയ്തോണ്ടിരുന്നു. നീ കേട്ടത് നോക്ക്, ഞാനും കയറട്ടെ. അകത്ത് കയറി വരുമ്പോ തന്നെ ഇതിനകത്തില്ലേ ചെറിയൊരു കുലുക്കൊണ്ടെന്ന് സംശയം. അകത്ത് കയറി വരുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ ഡോറ് പറയുന്ന കർട്ടൻ ഉണ്ട് ഗൈസ് ഇവിടെ. പിന്നെ നമുക്കിവിടെ 2 ബോക്സ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത്. ഒന്നിനകത്ത് ഫുള്ള് സ്കിൻ കെയർ ഐറ്റംസും ഒന്നിനകത്ത് ഫുള്ള് സ്നാക്സ് ഐറ്റംസ്. എന്താ ചൂട്. ഇതിനകത്തുള്ള എല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജ് ഒഴിച്ച് ബാക്കി എല്ലാം. പിന്നെ അനിയുടെ ഒരു ബൊമ്മ, പിന്നെ ഇവിടെ കർട്ടൻ, പിന്നെ നമുക്ക് ഇതിനകത്ത് വിൻഡോ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ആർട്ടിഫിഷ്യൽ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. 1 2 3 1 2 3 ഒരു ലിറ്ററൽ ഒരു ഹോം എങ്ങനെയാണോ അത് രീതിയിൽ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇതിനകത്ത് ചെറിയ ചൂടുണ്ട്. പക്ഷെ അതല്ല, ഭയങ്കരമായിട്ട് ചൂടുണ്ട്. നമ്മളിവിടെ എന്തെങ്കിലും സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മള് ഈ ചൂട് മാറ്റാൻ വേണ്ടിട്ട് ഇതിനകത്ത് ഒരു കൂളറും വെച്ചിട്ടുണ്ട് ഗൈസ്. തണുപ്പ് 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 കൂളിംഗ് തന്നെ. നല്ല സുഖമുണ്ട്. സത്യം കൊള്ളാണ്. കാറ്റുണ്ട് കാറ്റുണ്ട് കാറ്റുണ്ട്, TV ഉണ്ട്, എക്സ്ട്രാ ഫാൻ ഉണ്ട്, സ്റ്റോർ റൂം ഉണ്ട്. ഇനി എന്ത് വേണം? നമ്മളിത് ഇന്നലെ ഉണ്ടാക്കിയത് ഇന്നാണ് തീർന്നത്. പക്ഷെ ഇന്നലെ ഉണ്ടാക്കിയപ്പോ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത് ഇത്ര ഡെവലപ്പ് ആവുമെന്ന്. കാരണം ഇന്നലെ കുറെ കഷ്ടപ്പെട്ടു ഈ സാധനം. ഇതിനകത്ത് എങ്ങനെ ചെയ്യും ഇത്ര ഡെവലപ്പ് ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. സൂപ്പർ ആയിരിക്കുന്നു ഗൈസ്. പണ്ട് നമ്മള് വീട്ടിൽ ടാങ്ക് കഴുകുമായിരുന്നു. അമ്മ ടാങ്ക് കഴുകാണ്ട് 50 രൂപയൊക്കെ തരുമായിരുന്നു. ഞങ്ങള് ടാങ്ക് കഴുകുമ്പോ ഒരു ഹാഫ് ഡേ ഫുൾ അതിനകത്ത് സ്പെൻഡ് ചെയ്യുക. കൈ കഴുകി അതൊക്കെ ഒരു ഫണ്ണാണ്. പക്ഷെ അതിന്റെ ഒരു ബിഗ് വെർഷൻ ആണ് നമ്മളിപ്പോ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ നോർമലി 1000 ലിറ്ററിന്റെ ടാങ്ക് ആയിരിക്കും. ഇത് 5000 ലിറ്ററിന്റെ ടാങ്കിലാണ് നമ്മളൊരു ഹോം ചെയ്തേക്കുന്നത്. നമുക്കിത് ചെളിയാക്കി കൊടുത്താൽ അവര് കഴുകി ഞാനില്ല. പണ്ട് കൈ സാനി അടിയേക്കുമ്പോ അമ്മയെടുത്ത് ഇങ്ങനെയാണ് പറയണത്. ഞാനില്ല. നമ്മൾ ഈ സെയിം പ്ലേസിൽ തന്നെ ഈ പൂളിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു വലിയ TV ആണ് വയ്ക്കാൻ ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ ഓട്ടിടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ ഐപാഡ്. അത് എന്തുകൊണ്ട് നമ്മൾ ഓട്ട ഇട്ടില്ല? അത് അടുത്ത കണ്ടന്റ്. നമ്മൾ പൂളിന്റെ വീഡിയോ ചെയ്തപ്പോ നമുക്ക് ഒരു കിഡിലെ റെസ്പോൺസ് ആണ് കിട്ടിയത്. അതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യണോ, അതിന്റെ വലിയ പാർട്ടൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഗൈസ് നിങ്ങൾ കമന്റ് ഇടുക. അതിന്റെ ബിഗ് പാർട്ട് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇതിന്റെ ബിഗ് പാർട്ട് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇനിയുള്ള വരാൻ നടക്കുന്ന കണ്ടന്റ് എല്ലാം തീപ്പൊരി കണ്ടന്റ്സ് ആയിരിക്കും. കാരണം എന്താ, ഞാനും ഫ്രീ ആയി, അനിയും ഫ്രീ ആയി. ഇത്ര ദിവസം കുറച്ച് ടാസ്ക് ആയിരുന്നു ഗൈസ്. ഇപ്പൊ നമ്മൾ ഇനി വരും.
ഇറക്കും. നമുക്ക് ഷൂട്ടിനോട് സ്റ്റഡീസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി പാട്. പക്ഷെ ഇപ്പൊ എന്താ സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞില്ല, വെക്കേഷനായി, കുറച്ച് ദിവസം വെക്കേഷനായി. ഇപ്പൊ സെറ്റായി, നമുക്ക് ടി വി നോക്കാൻ കറക്റ്റ്. നമുക്ക് ടി വി എന്തെങ്കിലും കാണണമെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഈ കർട്ടൻ ക്ലോസ് ചെയ്തിടാം. എങ്ങനെ വൈബ് തന്നെ. ആരെങ്കിലും വിചാരിക്കുമാ ഈ ഒരു ടാങ്കിന്റെ അകത്ത് ഇങ്ങനെയൊക്കെ സെറ്റ് ആലോചിച്ചാ പണ്ട് പക്ഷെ ഈ സാധനം ഇപ്പൊ ചൂടില്ലാതെ ചെയ്യാൻ പറ്റും, ഹോളൊക്കെ ഇട്ടിച്ചാൽ പറ്റും. പക്ഷെ നമ്മൾ ടാങ്ക് ഇനി ആവശ്യമുള്ള ഹോൾ ഇട്ടില്ല. ആവശ്യമുണ്ട് ഗൈസ്, നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചൂട് കുറച്ചുകൂടെ പുറത്തോട്ട് പോകും. അത് നീട്ട്. ഇപ്പം നമുക്ക് ഈ വിൻഡോ ഒക്കെ നമുക്ക് റിയൽ ആയിട്ട് വിൻഡോ ആക്കാമായിരുന്നു കീറിയിട്ട്. പക്ഷെ നമ്മൾ അടുത്ത കണ്ടന്റിന് വേണ്ടി ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അടുത്ത കണ്ടന്റിന് വേണ്ടി നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഒന്നും പൊട്ടിക്കാതെ ആവശ്യമുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഗൈസ് കമന്റ് ചെയ്യണേ. നിങ്ങൾ കമന്റ് ചെയ്തില്ലെങ്കിലും കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായി, ഇങ്ങനെ പണ്ടൊക്കെ ആഗ്രഹം ഉണ്ടല്ലോ നമുക്ക്. ചിലവര് വിചാരിക്കും ഇവർക്ക് എന്താ ഇങ്ങനെ ചെയ്യാൻ വട്ടം. ഗൈസ് ഇതൊക്കെ ഞങ്ങളുടെ ഒരു കുഞ്ഞു കാലത്ത് ചെയ്യാൻ പറ്റാത്ത ഓരോ ആഗ്രഹങ്ങൾ ഇപ്പൊ ഇവിടെ ചെയ്ത് തീർക്കുന്നതാണ്. അത്രേ ഉള്ളൂ. ഇത്രയും പ്രായമുള്ളപ്പോ ഇനി ചെയ്യാൻ പറ്റും. ഇനി വളർന്ന മുതുക്കനായ ഇനി ആരും ഇതൊക്കെ ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ദി മ്യൂസിക്. ലൈറ്റ്സ് ഓഫ്. ഡാൻസിങ് ഹോം. വെളിയിൽ നിന്ന് വീഡിയോ എടുത്ത